ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ്. എന്നെ കാണാൻ വന്നതാണ്. നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെട്ട് നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് മാറിയവരാണ്. എവിടെ നിന്ന് സാർ വരുന്നത്? കോതമംഗലംകാരാണ്. ബെഡിൻ്റെ ബിസിനസ്സാണ് അല്ലേ? ഇവരെ സപ്ലൈ ആയിട്ട് വന്നാൽ അല്ലേ? ഏകാലം നമ്മളെ കാണാൻ കയറിയതിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് ഈ ബെഡിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊരു ബെഡ് മേടിച്ചിട്ട് ഒരു എത്രയാണ് 10 ഇഞ്ചിൻ്റെ ഒരു സ്പ്രിങ് ബെഡ് മേടിച്ചിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളും. പുള്ളി ബാങ്കിൽ ഇതിലായിട്ട് നിന്ന് കഴിഞ്ഞ ഒരു ദിവസം പുള്ളിയുടെ വീട്ടിൽ ഞാൻ ആ റൂട്ടിൽ പോയി വരുമ്പോൾ യാദൃശ്യം വേണ്ടി കയറാൻ ഇതുണ്ടായി. അപ്പോൾ പുള്ളിയുടെ ബെഡ്റൂമിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കി, നീ വലിയ ഇതിൽ ബെഡിൻ്റെ ഇതിലായതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളും ബെഡിൻ്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ബെഡിലാണോ കിടക്കുന്നതെന്ന് ചോദിച്ചു. ഈ പറഞ്ഞ EP ഷീറ്റിൻ്റെ ഇതിൽ ട്വിൽറ്റിങ്ങേൽ മാത്രമുള്ള റോളിൻ്റെ ഫോം മാത്രമേ അതിലുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൽ കിടന്നാൽ നിങ്ങൾക്ക് നടുവേദന. അതിന്റെ അടി സ്പ്രിംഗ് ആണോ? ഇത് EP ഷീറ്റാ. അത് ഞാൻ പറഞ്ഞു. പുള്ളി EP ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന റബ്ബറിനാണോ പറയുന്നത്? അതിനടുത്ത് കാണിച്ചേടി. EP ഷീറ്റ് തന്നെ ഒന്ന് മനസ്സിലായി. വൈറ്റ് കളറിൽ പ്ലാസ്റ്റിക്കിന്റെ അത് ഞങ്ങൾ ടിവിയുടെ ഇടയ്ക്ക് വെക്കുന്ന ടിവിയുടെ പാക്കേജിന് വേണ്ടിയിട്ടാണ് അത് ശരിക്കും ഇറക്കിയ. അത് ബെഡിലേക്ക് കൊണ്ടുവന്ന കമ്പനി കുർലോൺ കമ്പനിയാണ്. കാരണം ഈ ബെഡിന്റെ കമ്പനി ചവറ് പോലെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കുത്തി നിറച്ചിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ആ വില കുറഞ്ഞിട്ട് ആൾക്കാർക്ക് മതി. പിന്നെ മേടിക്കുമ്പോ എല്ലാവർക്കും അത് മതി. പിന്നീടാണ് അതിന്റെ ദൂഷ്യഫലങ്ങളും കാര്യങ്ങളും. പിന്നീട് ചെറുപ്പത്തിലൊക്കെ ഞാൻ കിടന്നിരുന്നത് ഒരു ചകിരി ഒരു സൈഡിലും ഒരു സൈഡിൽ ഫോമും ഉള്ള ബെഡായിരുന്നു. അത് കുഴപ്പമില്ല, കാരണം അതിൽ എയർ സർക്കുലേഷൻ ഉണ്ട്. കൊയറും നാച്ചുറൽ ആണ്. അതില് നമ്മൾ പണ്ട് കാലത്താണെങ്കിൽ ഇപ്പൊ ചൈന ക്ലോത്ത്, ചൈന കൊയറെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിൽ റബ്ബറൈസ്ഡ് കൊയറായിട്ടാണ് വരുന്നത്. അത് നല്ല രീതിയിൽ റബ്ബറൈസ്ഡ് ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ വേറെ ഒരു ഫോം ഈ കൂരായിലുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഫോം തന്നെ ഉണ്ടാകും. അവരൊരു ബെഡ് ഉണ്ടാക്കി തന്നു. വലിയ കനമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇപ്പോഴും അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അതേ കിടന്ന ഒരു കുഴപ്പമില്ല. നല്ല സ്റ്റാൻഡേർഡ്, ഇപ്പൊ സ്റ്റാൻഡേർഡ് ബ്രാൻഡഡ് ഫോമുകളാണ്. ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അതിന്റെ ഓരോ സാധനങ്ങളാണെങ്കിൽ വർഷങ്ങളോളം അതിന് നല്ല ഡെൻസിറ്റി ഉള്ളതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് കിടക്കുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ ഈ സ്പ്രിംഗ് ബെഡ് കിടക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട്. സ്പ്രിംഗ് ബെഡില് സ്പ്രിങ്ങിന്റെ ഗേജും അതില് യൂസ് ചെയ്ത ക്ലോത്തിന്റെയും അതിൽ പെല്ലറ്റ് അടിച്ച ഇതും ഇത് ഒരു നല്ലതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു നല്ല ഉറക്കത്തിന് പോലും കഴിയില്ല. അത് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങി ഒരു 1 മന്തിനുള്ളിൽ എന്തായാലും നല്ല ആരോഗ്യമുള്ള ആൾക്ക് പോലും വയ്യാതെ ആവും. ഈ പണ്ട് ഞാൻ ഈ സ്പ്രിംഗ് ബെഡിൽ ആദ്യം ഞാൻ പണ്ട് കിടക്കുമ്പോൾ ഏതോ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ താജ് പാലസാന്ന് തോന്നുന്നു, ഏതോ ഹോട്ടലിൽ ചെന്നപ്പോൾ സ്പ്രിംഗ് ബെഡ് വന്നു. ഈ സ്പ്രിംഗ് ബെഡ് നമ്മൾ കിടന്ന് കഴിയുമ്പോൾ നമ്മൾ താഴെ പോവാം. നമുക്കറിയത്ത് സ്പ്രിംഗ് ബെഡ് താഴെ പോവും. ലാസ്റ്റ് ഞാൻ 3-4 പ്രാവശ്യമൊക്കെ പിടിച്ചൊക്കെ കിടന്നു. എന്നാൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡിൽ അങ്ങ് ഇരുന്ന് പോവാം. നമ്മൾ സൈഡിന്റെ ഇത് ബോർഡ് വയറൊക്കെ മര്യാദക്ക് കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ ഇരുന്നങ്ങ് പോവാം. താജി കിടന്ന ബെഡാ, 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അന്ന് അവിടെ ഇരുന്ന് എന്നല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അത് അവിടുത്തെ മാനേജേഴ്സും അവിടുത്തെ സ്റ്റാഫും അവർക്ക് അവിടെ ആ കമ്പനിക്കാരനോ അല്ലെങ്കിൽ ആ എക്സിക്യൂട്ടീവ് ആ മാനേജറോ പറഞ്ഞിട്ടുണ്ടാവും. സത്യം പറയാമല്ലോ, ഞാൻ പിന്നെ അവസാനം ബെഡ് എടുത്ത് നിലത്ത് വിരിച്ച് കിടക്കേണ്ടി വന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തിട്ട്, ഞാൻ എടുത്തല്ല കേട്ടോ, എന്നെ സോണി കൊണ്ടുപോയതാ. സോണിയുടെ ഒരു ഇൻ്റർനാഷണൽ മീറ്റിന് പോയപ്പോൾ താജ് ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഈ ഓരോരുത്തർക്ക് അവർ ഓരോ റൂമൊക്കെ തരും. അപ്പോൾ നമ്മൾ ആ കിടന്ന മുറിക്കകത്ത് നമ്മൾ ആദ്യമായിട്ട് സ്പ്രിംഗ് ബെഡാണ് കിടക്കുക. ഒത്തിരി വർഷം ഞാൻ കൊച്ചാന്ന്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ സ്പ്രിംഗ് ബെഡേ കിടന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാനിത് ഒരു വിധത്തിൽ ഇതേ കയറി കിടക്കും. കിടന്നിങ്ങനെ അറിയാതെ എങ്ങാനും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ താഴോട്ട് പോവാം. പറഞ്ഞ് മനസ്സിലായി. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം താഴെ പോയപ്പോൾ ഇത് ശരിയായി കിടന്ന് കണ്ടിട്ട് അവസാനം ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തിട്ടിട്ട് തലവണ്ണ എടുത്ത് നിലത്ത് കിടന്ന് ഗതികേടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെനിക്കൊരു ആഗ്രഹമായിരുന്നു, ആ സ്പ്രിംഗ് ബെഡ് തന്നെ കിടക്കുമെന്ന്. അങ്ങനെ ഞാൻ വാശിക്ക് ഞാൻ വീട് വന്നപ്പോൾ സ്പ്രിംഗ് ബെഡ് മേടിച്ചിട്ടു. അതിൻ്റെ കഥയാണ് ഈ പറഞ്ഞത്. അപ്പം ഏറ്റവും സേഫായിട്ട് നമുക്ക് ഈ പ്രായമുള്ള ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ബെഡ് വേണമെന്നില്ല, അവരെവിടെ കിടന്നാലും കിടക്കും. എനിക്കും ചെറുപ്പത്തിൽ കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും സേഫായിട്ടുള്ള, നമുക്ക് പെടലിക്ക് വേദന വരാത്ത, നടുവിന് വേദന വരാത്ത, ദേഹത്തിന് വേദന വരാത്ത ബെഡ് ഏതാണ് റെക്കമെൻഡ് ചെയ്യാറ്? ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ റീബോണ്ടഡും കൊയറും ഫോമും അതിൽ സൂപ്പർ സോഫ്റ്റ് അല്ലെങ്കിൽ മെമ്മറി കൂടിയിട്ടുള്ള ബെഡായിരിക്കും. ഓർത്തോ ബെഡായിട്ടുള്ള ഓർത്തോ ബെഡ് എന്നാണോ അതിന്റെ പേര്? ഓർത്തോന്റെ. അപ്പൊ നമ്മൾ അത് കിടക്കുമ്പോൾ ഒട്ടും മയമില്ലേ? അതോ മയമുണ്ട്. മയം വരുത്താനാണ് നമ്മൾ ഏറ്റവും ഫോം അതിന്റെ മേലെ നമ്മള് 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച്. അപ്പൊ നമ്മള്
ടച്ച് ചെയ്യുന്ന ഫീൽ ചെയ്യുന്ന ഭാഗം സോഫ്റ്റ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, ബാക്കി എന്നാൽ താഴുകയില്ല. ഇല്ല. ഓക്കെ. ഈ കൊയർ ഇടയ്ക്ക് അതിൽ കൊടുക്കുന്നത് എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. താഴരുത് ശരിക്കും. ബെഡ് അത് മയം വേണം എന്നാൽ താഴുകയും ചെയ്യും. ഇല്ല. അതാണ് ശരിക്കും വേണം. ഇത് മയമുണ്ട്, കയറി കിടന്നു കഴിയുമ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് താന്നും പോകും. അതാണ് അങ്ങനെയുള്ള ഒരു ബെഡിന് 75-60 ഫാമിലി കോട്ടിനൊക്കെ വരുമ്പോൾ 40 സംതിങ് MRP വരും. അതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ കമ്പനി. പിന്നെ ഈ നമ്മുടെ കട്ടിലിനനുസരിച്ചല്ല കസ്റ്റം ചെയ്ത് തരുമല്ലേ? അതെ. ചിലര് വീട്ടില് ഇപ്പൊ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ടിൽ നിന്ന് 75-60. അത് ചില ആൾക്കാർ പണിയുമ്പോൾ അത് 76 ആവായി പോവാം, ചില ഇതിലായിട്ട് വരും. അപ്പൊ അത് അൺസൈസാ വരിക. അത് നമുക്ക് അളവ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് കൂട്ടിയിട്ട് ചെയ്യാം, നമ്മളത് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അത് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ 1 ഇഞ്ചിന്റെ പീസായിട്ട് ചിലർക്കൊക്കെ വെക്കേണ്ടി വരും. നമ്മൾ ഏത് സൈസിൽ എങ്ങനെയുള്ളതിലാന്ന് പറഞ്ഞാലും കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ചും പിന്നെ കസ്റ്റമർക്ക് ഏത് വിലയില അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ച് ക്ലോത്തിന്റെ GSM-ലും ഇത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാനും പറ്റും. അപ്പം ബെഡ് മാറേണ്ടി വരും ഇപ്പം അത് ദിവസം. ഇവിടെ കാഞ്ഞിരപ്പള്ളി കൊള്ളിക്കുളവ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൊള്ളിക്കുളവിലുണ്ട്, ലൈഫ് ഏജൻസീസിലും ഷെബീക്കിന് കൊടുക്കുന്നുണ്ട്. ഷെബീക്ക് നമ്മുടെ സുഹൃത്താണ്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയം ഇപ്പൊ 13 വർഷമായിട്ടുള്ളത് ലൈഫ് ഏജൻസിലും ഷെബീക്കിനോടാ, ഷെഫീഖ് ഖാനോടും. പിന്നെ അതിക്ക് മുന്നായിട്ടുള്ളതാണ് കൊള്ളിക്കുളം. ട്രിപ്പൊക്കെ പോയിട്ടുള്ള. ഇത്രയും സന്തോഷം, കണ്ടതിലും സന്തോഷം. യാത്ര അയച്ചു വിടുവാണ്, ഇനിയും കാണാമെന്ന് പറഞ്ഞു. ഓക്കെ.